ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോഫി ബിസ്ക്കറ്റ് ലോഗ് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാരി ബിസ്ക്കറ്റ് 200 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ്. നന്നായിട്ട് പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഡിസ്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ്, വെള്ളം 1/4 കപ്പ്. ആദ്യം നമുക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോഫി മിക്സ് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് കൂട്ടിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് മയത്തിൽ കുഴച്ച് ഒരു മാവ് പോലെ തയ്യാറാക്കിയെടുക്കാം. 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ മാവ് പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന കോഫി മിക്സ് ആണിത്. ഫുള്ളായിട്ട് ചേർത്തിട്ട് ഇല്ല, ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഡിസ്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ എടുത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് കുഴച്ചത് ഇതിലേക്ക് നന്നായിട്ട് വെച്ച് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു റോളർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോക്കനട്ട് മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഡിസ്കേറ്റഡ് കോക്കനട്ടിന് പകരമായിട്ട് സാധാരണ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മേലെ മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ശേഷം സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.